ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇത് നമുക്കൊരു ചെറിയ പണിയാണ് കേട്ടോ. ഇതുണ്ടോ, നമ്മുടെ ടാപ്പുകൾ കൊണ്ടുവന്നാൽ ഇത് പേരക്കുട്ടികൾ അതിനോട് തൂങ്ങും. അപ്പോഴത്തേനും അവരത് പൊട്ടിക്കും. കണ്ടോ, ഇത് പൊട്ടിയതാണ് കേട്ടോ. അപ്പോൾ ആ പൊട്ടിയത് ഞാനിത് ഇവിടെ ഇങ്ങോട്ട് മുറിച്ചു. രണ്ട് പൈപ്പ് അതേപോലെ, രണ്ട് പൈപ്പും ഫ്രണ്ടത്തെയും ബാക്കത്തും ഒരു പൊട്ടിച്ചു. അപ്പോൾ അത് രണ്ട് ഞാനിവിടെ മുറിച്ചിട്ട് ഒരു പ്ലംബിങ് പഠിക്കുകയാണ്. എന്താ പറഞ്ഞാൽ, നമുക്ക് ഒരാളെ വിളിക്കുമ്പോൾ പെരും പൈസയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി ഇത് നമുക്ക് തന്നെ സ്ത്രീകൾക്ക് തന്നെ അങ്ങോട്ട് പഠിക്കുകയാണെങ്കിൽ അവനവൻ്റെ വീട്ടിൽ അത്യാവശ്യത്തിന് വേണ്ട ഒരു ചെറിയ പണികളൊക്കെ ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ അത് നല്ലതല്ലെന്ന് കരുതി ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. എന്നിട്ടിപ്പോൾ ഞാൻ എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് കേട്ടോ മക്കളെ. അപ്പോൾ വിജയിക്കും എന്താണെന്ന് അറിയില്ല. വിജയിച്ചാലും ഞാനിത് യൂട്യൂബിലിടും. അപ്പോൾ പശയൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ബ്ലേഡ് മേടിച്ചിട്ടുണ്ട്. അതേപോലെ ഇതാണ് നമ്മളെ പൊട്ടിയ പൈപ്പ് കണ്ടോ. ഇതാ ഈ പൊട്ടിയ പൈപ്പിലേക്ക് ഇതുണ്ട് അതിൻ്റെ ഈ മുറിച്ച് മാറ്റി, ഈ തല മുറിച്ച് മാറ്റിയിട്ട് അവിടേക്ക് ഇതിങ്ങോട്ട് ഫിറ്റ് വെച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. ഈ FMTയും ഒരു MTയും മേടിച്ചിട്ടുണ്ട് കണ്ടോ. ഇതങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഇവിടെ നമ്മൾ PVC പൈപ്പൊക്കെ അവിടെ കൊടുത്തങ്ങാണ്ട് ഇതിങ്ങോട്ട് ഫിറ്റ് ചെയ്യും. അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ നടക്കുമോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ഞാനിതാ ഇത് മുറിച്ച് ഇങ്ങനെ മുറിച്ച് അതിൽ ഈ ടീയും ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ് ഈ കാണുന്നത് കണ്ടോ. പിന്നെ നമുക്ക് പ്ലംബിങ് ഒരു എക്സ്ട്രാ ഒരു പൈപ്പ് ഇടാനുള്ള പുറപ്പാടാണ്. അതായത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടായിട്ട് തന്നെ ഞാൻ ഒരു പൈപ്പ് പുതിയത് ഇടുകയാണ്. അപ്പം നമുക്ക് എത്ര കണ്ട് വിജയിക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും നിങ്ങളുടെയൊക്കെ സഹകരണം പ്രതീക്ഷിക്കുന്നു. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വരുമാനവും കുറവാണ്. ഒരൊറ്റ കുട്ടി അധ്വാനിച്ചിട്ടാണ് ഞങ്ങൾ 8-10 ആളുടെ വയറ് കഴിയുന്നത്. അപ്പോൾ ഒന്ന് പെരുങ്കടവും ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനൊക്കെ പാടെ നാളെ വിളിച്ചിട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് നിവൃത്തിയില്ലാത്തവരാണ്. ഞാനാണെങ്കിൽ ഇവിടെ ഒറ്റക്കാണോ തന്നിട്ട് വേണം എനിക്കും ജീവിക്കാൻ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു മൈൻഡാണ് എനിക്ക്. സ്വന്തം ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ജീവിക്കണം എന്നുള്ളൊരു മൈൻഡൊക്കെയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ച് ഇത്രത്തോളം എത്തിയതാണ്. അപ്പം നമുക്ക് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എവിടെ ഈ ടാപ്പ് ഇടാൻ പോണേന്ന് കേട്ടോ. അപ്പോൾ ഇതാ ഈ ടാപ്പ് നമ്മളെ ഇത് കുളിമുറിയിലേക്ക് വാഷിംഗ് മെഷീനിലേക്ക് വെള്ളം പോണതും ഇത് ടോയ്ലറ്റിലേക്ക് ഉള്ളതുമാണ്. ഇതിപ്പോൾ അടുത്ത് വെള്ളവും പൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഒരു 6 മാസമായിട്ടുള്ളൂ. എനിക്കൊരു പണി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വർക്ക് കഴിഞ്ഞപ്പോൾ കിട്ടിയ പൈസ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഇപ്പോൾ പണിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുക. അപ്പോൾ ഇതാണ്ടോ ഈ പൈപ്പിൻ്റെ ഇവിടെ അങ്ങോട്ട് മുറിച്ചിട്ട് ഇവിടുന്ന് ഒരു ടാപ്പ് ഇങ്ങനെ കൊടുത്തിട്ട് പൈപ്പ് കൊടുത്ത് ഇവിടുന്ന് ഒരു എൽബോ കൊടുത്തിട്ട് ഇതിലിങ്ങനെ കൊണ്ടുവന്ന് വേണ്ട ഇവിടെ ഒരു എൽബോ കൊടുക്കേണ്ടി വരും. ഇവിടെയും കൊണ്ടുവന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഒരു ടാപ്പ് ഇടാനാണ് എൻ്റെ പദ്ധതി. എന്ന് വെച്ചാൽ ഇവിടെ മുൻവശത്ത് വെള്ളമല്ല, മുൻവശത്ത് ഇവിടെ ജലനിധിയാണ് കേട്ടോ. കാണിച്ചു തരാം കണ്ടോ. ഇതൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല. നമുക്ക് ഒരിക്കലും മാസം 330 കൊടുക്കാനുള്ള വരുമാനം നമ്മുടെ അടുത്തില്ല. അതുകൊണ്ടാണ് ഒരു മാസത്തിൽ 100 രൂപ പോലും വരുമാനം ഇല്ലാത്ത ആളാണ് ഞാൻ. എൻ്റെ കുട്ടി എന്തായാലും ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആളാണ്. അപ്പോൾ നമുക്കതൊന്നുമില്ല. അപ്പോൾ അതിന് ആളെ വിളിക്കാതെ ഞാൻ തന്നെ ചെയ്യാനുള്ള പുറപ്പാടാണ്. നോക്കാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ മനസ്സിൻ്റെ ആത്മധൈര്യം കൊണ്ടുള്ള പുറപ്പാടാണ്. ഇതിലെന്തെങ്കിലും പാഴ്ട്ട് പറ്റിയാൽ ഞാൻ ആളെ വിളിക്കേണ്ടി വരും. 10,000 റുപ്യ ചിലവാക്കി ഇവർക്കുണ്ട് പൈസ കൊടുത്തിട്ട് ചെയ്യിക്കേണ്ടി വരും. ഞാനിവിടെ ഇത് ചെയ്യിപ്പിച്ചപ്പോൾ ഞാൻ പുറത്തുനിന്ന് ആളെ വിളിച്ച് ചെയ്യിപ്പിച്ച ഇത്തിരി സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത്തിരി സ്ഥലം ഞാൻ കാണിച്ചു തരാം. എൻ്റെ ടാങ്ക് ഇരിക്കുന്നത് അതാ. ഇതാണ് ടാങ്ക്. അവിടെ ഇവിടുന്ന് ഈ ചുമര് വരെ ഇത് കൊണ്ടുവന്നതിന് അവർ 5 ദിവസം പണിയെടുത്തു. 5 ദിവസം 2 ആൾ 1200 റുപ്യ വെച്ച് അങ്ങോട്ട് മേടിച്ചുണ്ടായിരുന്നു. പറയുമ്പോൾ 10 മീറ്റർ നീളമല്ല. അതൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ പൈസ കൊടുക്കുന്നതും ഈ ഇല്ലാത്തവരിൽ നിന്ന് വാങ്ങുന്നതും ശാപമാണ്. അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ട് റബ്ബിനെ സാക്ഷിയാക്കി പടച്ചവൻ്റെ അനുഗ്രഹത്താൽ ഇത് ചെയ്യാൻ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ അടുത്ത വീഡിയോ അതിടുമ്പോൾ എടുക്കാം. ശരി, ഓക്കെ, ബൈ.